ഇങ്ങേരെ എവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് നമ്മളെ പിടിപ്പിക്കാനായിട്ട്. അത് നമ്മള് മൈൻഡ് കാര്യമില്ല അല്ലേ? നമുക്ക് ഇവരെ കൊണ്ട് കുറച്ച് പൈസ മുടക്കിച്ചിട്ടേ ഈ പ്രശ്നങ്ങൾ ഒതുക്കി തരിക. എന്താ പറയുക? ഈ പൈസ എന്ന് പറഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരും? പൈസ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വരികയില്ല. അതായത് ഇൻസ്പെക്ടർക്ക് ഒരു 10 രൂപ കൊടുക്കും. പിന്നെ വണ്ടി പിടിച്ച ഈ ചിമ്പാൻസില്ലേ അയാൾക്കൊരു 8 രൂപ കൊടുക്കും. 8 വേണ്ട 7 കൊടുത്താണ്. എടീ, നിന്റെ പോസ്റ്റ് ഓഫീസ് ചിട്ടി പൈസ ഇപ്പൊ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടാൻ സാധ്യത ഇല്ല, തരില്ല. പേരെന്തെങ്കിലും ഉണ്ടോ? കൊച്ചിന്റെ മാലയൊന്ന് മറിക്കാൻ തരുമോ? എന്തോ എങ്ങനെ? താനത് കണ്ടല്ലോ, തന്റെ വർക്ക്ഷോപ്പിലെ പയ്യൻ ചെയ്തതാ. എന്തോ ഭാഗ്യത്തിനാ കണ്ണും. നിങ്ങൾ ആദ്യം അവനെ കൊണ്ടുതാ, ഇന്നൊരു കാർ എടുക്കേ മലത്ത് എന്താ കൊച്ചുകുട്ടികളെ ഷാജി. സാറിങ്ങോട്ടൊന്നും മലക്കം പറഞ്ഞു. ലാലില്ല പറയുന്നേ, നമുക്ക് വേണ്ട പോലെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാം. ഒരു സാധ്യതയില്ല ലാലി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യം എന്താ? നിനക്കെന്താണ് ബോധല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ, നിന്റെ അച്ചുവീടല്ല. ഈ കിടക്കുന്ന തൊണ്ടിയാ. എന്ത് തൊണ്ടിയാ സാറേ? ഞങ്ങൾക്ക് എല്ലാം അറിയാം. കാശുള്ളടുത്ത് നിങ്ങൾ ഇത് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. നീ ഈ ആക്രിയും കൊണ്ട് ജീവിക്കുന്ന എനിക്കൊന്നും ഞാൻ ജനിച്ച പോയല്ലേ, ജീവിച്ചോളാം. കാണിക്കരുത്. നീ ആരുടെ എന്നെ പഠിപ്പിക്കാത്ത? നീ എന്റെ കാലെ തൊട്ട് ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ നിനക്ക് അറിയണ. ഞാൻ പ്രതിയാക്കണം ഈ കേസിൽ. എങ്ങനെയും രണ്ടറ്റ കൂട്ടി പിടിക്കാൻ നോക്കുമ്പോ നിന്റെ ഒരു കുളി നനയും. നിനക്ക് വല്ല നാണുണ്ടാ? നിനക്ക് വല്ല ബോധമുണ്ടാ? കഴിവുണ്ടാ? പൈസ കൊടുത്ത് വണ്ടി അങ്ങനെ പൈസ കൊടുത്ത വണ്ടി ഇറക്കണ്ട. ഞാൻ കാറൊക്കെ വർത്താനം പറയല്ലേ? ഇതിനാണ് തന്നെ വിളിച്ചോണ്ട്. താനൊരു കാര്യം മനസ്സിലാക്കി എടോ, തനിക്ക് ജന്മത്തിൽ കാർ തിരിച്ചു കിട്ടും. നീ കാറിന് വേണ്ടിട്ടേ ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. വന്നപ്പോ മുതൽ മോള് നോക്കി കിടപ്പാണല്ലോ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? ഇങ്ങനെ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടന്നാൽ കാറ് കിട്ടുവോ? എന്തോ അടി ഇങ്ങനെ ഒരു മണ്ടൻ. നിങ്ങളല്ലാതെ മണിയനെ വിശ്വസിക്കോ? മോൻ വിളിച്ചോ? രാവിലെ വിളിച്ചു. എന്നെ അന്വേഷിച്ചോ? ആ കാറിനെ പറ്റി അന്വേഷിച്ചു. നീ എന്ത് പറഞ്ഞു? ഒരു തീരുമാനമായി എന്ന് പറഞ്ഞു. മണിയനെ കണ്ടപ്പോഴേ മനസ്സിലായി അവൻ കള്ളനാണെന്ന്. നീങ്ക എങ്ക പോறீங்க? നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഖനം. അയ്യോ, അറ്റാക്കാ? ചുമ്മാ റെഡി. അറ്റാക്ക് വേണ്ട അമ്മമാടെ. എന്റെ കാറ് അവന്മാരെ ഞാൻ തൂക്കി വിറ്റാലോ? ഞാൻ സ്റ്റേഷൻ വരെ പോവാ. വിൽക്കണോ? നല്ലതെന്ന് വിചാരിച്ചാ മതി. ചെറിയ കാറ്. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചതാടാ. അണ്ണ മുണ്ടും മടക്കി കുത്തി മീശയും പിടിച്ച് ഇമാരെ കൂമ്പിടിച്ച് കളക്കണോണ്ണ. ഇത് ഒരുമാതിരി ഡിസ്കംപി ചിസ്റ്റല്ലേ പുല്ല്. നീ ചുമ്മാ വണ്ടി ഓടിക്കടേ. അണ്ണ ഞാൻ ഒരു കാര്യം പറയാം. അണ്ണ ഒരു കാര്യം ചെയ്യും. ആ സിഐയുടെ വീട്ടിൽ തന്നെ നേരിട്ടൊന്ന് കാണുന്നേ. എന്നിട്ട് കുമ്പിട്ട് നിന്ന് പുള്ളി ഒന്ന് പൊക്കി പറ. വേട്ടത്തലേതാ നീ ഒരു സ്വയം പൊങ്ങി തന്നെ. പുള്ളി ആ സ്പോട്ടിൽ വണ്ടി വിട്ടു തരുമെന്നേ. ബാക്കി ഉളകളൊക്കെ കണക്കാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കഞ്ഞിയും പേറും, ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ചപ്പാത്തിയും ചിക്കനും. ഇഷ്ടം ശരിയല്ല. നീ ചുമ്മാ വണ്ടി ഓടിക്കടാ. ഇതിലും നല്ല രാജഭരണം. ശരിയല്ല. ബെന്നി സാറേ, അവസരം ഫയൽ കിട്ടി സാറേ. ഞാൻ നോക്കിക്കോളാം. അവിടെ വെച്ചോ. സാറ് കല്യാണത്തിന് പോകണല്ലേ? സാർ അടി വാങ്ങാൻ കാത്തുക. എവിടെ
വൈകുന്നേരം മുതൽ ഫയൽ തപ്പിക്കുമല്ലേ, നാളെ എങ്ങനെ പോവാം. സാർ അയ്യേ, നാളെ പോയിട്ട് എന്തിനാ സാർ പൂള സദ്യ കഴിക്കാൻ? എന്താ ശ്യാം സാറേ? എന്താടോ? എൻ്റെ വണ്ടിയുടെ കാര്യം ഏ? എൻ്റെ വണ്ടിയുടെ കാര്യം ബെന്നി സാറിനോട് സാറൊന്ന് പോയി പറയാം. താനാ ഇൻസ്പെക്ടറെ പോയി കണ്ടാൽ മതി. എന്താ ജോറി സാറിനെ പോയി കാണ്, അതാ നല്ലത്. ജോർജ് സാർ സാർ എന്തേ സാർ ഞാൻ എൻ്റെ വണ്ടി ഇറക്കാൻ വന്ന ഏത് വണ്ടി? സാർ പുറത്ത് കിടക്കുന്ന ഒരു ബ്ലാക്ക് അംബാസഡർ മാർക്ക് 1 KL03L 4455. ഒരു മിനിറ്റ്. ഹലോ, എന്താ എൻ്റെ പേര്? ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. ഗുണ്ടാണോ? ഇടിക്കോ? ഇരിക്കണോ? എന്തുവാണോ കേസ്? സാറേ സാറേ ഒരു ആ സാറേ 10-20 വർഷമായിട്ട് മക്കളെ നോക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ് സാറേ. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ആ ചെറുക്കൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു. ഞാൻ എൻ്റെ നെഞ്ച് തൊട്ട് പറയാം, ഞാൻ ആ വണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം സാർ, ആ വണ്ടി ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എൻ്റെ വയറ്റിപ്പഴപ്പാ സാറേ ഈ വണ്ടി. എടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ചെറുക്കൻ? എന്തിനാ ഇവിടെ വണ്ടി പിടിച്ചിട്ടേക്കണേ? അല്ല, ഇത് ആരെ പിടിച്ചേ? സാർ ബെന്നി സാറ്. ബെന്നിയാ? ആ സാർ. ശ്യാമേ, എടോ ഇത് കമ്പ്യൂട്ടറിലൊന്നും കയറ്റിയിട്ടില്ലല്ലോ അല്ലേ? കയറാൻ മാത്രമൊന്നും ഇല്ല സാറേ. എന്തുവാണ് ഒരു കാര്യം ചെയ്, താൻ തന്നെ ആ വണ്ടി ആടി നേടുത്ത് ഇട്ട് കൊടുത്തേ. എല്ലാം ജോസാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആശകളുണ്ടെന്നാ